ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ശരിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കയ്യോന്നി പറിക്കാൻ പോവാണ്. ഞങ്ങൾ കയ്യോന്നിന്നല്ലേ ഇത് നമ്മൾ മൊത്തം തെറ്റുന്ന. ഇന്ന് നമ്മൾ കയ്യോന്നി പറിക്കാൻ പോവാണേ. എന്തുവാണ്, ചില നാട്ടിൽ ചിലയിടത്തൊക്കെ കയ്യോന്നി, പിന്നെ വേറെ എന്തൊക്കെയോ പേരൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ കയ്യൂന്നി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്, കാച്ചെണ്ണ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാച്ചെണ്ണ ഉണ്ടാക്കാനുള്ള കയ്യൂന്നി പിച്ചെടുക്കാൻ മേലെ വയലുണ്ടേ, ആ വയലിൽ പോവുകയാണേ. സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് കച്ചവടത്തിനൊക്കെ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് പോവാണ്. അമ്മ മുമ്പേ പോകുന്നുണ്ട്. ഇവിടെ ഭയങ്കര കാടാണേ, കാട്ടിക്കൂടാണ് പോയി ഞാൻ കാണിക്കാം. കണ്ടോ, അതുവഴി നമ്മൾ വന്നു. കൈതയുണ്ട്, കൈതയുടെ ഇടയിൽ കൂടെ നമ്മൾ പോകണം. ചിലപ്പോൾ വീഡിയോ ഒന്ന് കുലുങ്ങും, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അമ്മ അങ്ങ് മുമ്പേ പോയി, കാണിച്ചു തരാവേ. കണ്ടോ, അമ്മ മുമ്പേ പോകുന്നുണ്ട്. ഒന്നാമത് എൻ്റെ കൈ വെച്ചാൽ ചില സമയത്ത് എൻ്റെ കൈക്കൊരു വിറയലുണ്ട്. അതല്ലെങ്കിൽ തന്നെ ഫോൺ കിടന്ന് കുലുങ്ങും. നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുലുങ്ങൂലേ നടന്നു പോകുമ്പം. ഇതിലൂടെ പോയ വഴിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചു. 100 എത്രയോ രൂപയായി. ഒത്തിരി നാളായി ഏട്ടാ വാങ്ങിച്ചിട്ട്. അപ്പം ഗണപതി അമ്പലത്തിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ചില പ്രശ്നങ്ങളാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് മടി കാരണമല്ല കേട്ടോ. മടി കാരണമാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാമായിരുന്നെങ്കിലും അമ്പലത്തിൽ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മ താവുന്നു. അമ്മേ ഇങ്ങോട്ട് നോക്കമ്മേ, ഒരു ഹായ് പറ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് നടന്ന് വേണം കേട്ടോ വയലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതുവഴി മേലോട്ട് പോയാൽ നമ്മുടെ പള്ളിക്കുന്നപ്പുറത്തെ പള്ളിയുടെ അടുത്ത് എത്താൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ താഴോട്ടാണ് പോകുന്നത്. ആരാണ് ഇവിടെ നിൽക്കുന്നേ? ജാനസമാമിൻ്റെ അടുത്ത് കൊച്ചാന്ന് തോന്നുന്നു. തൊട്ടിക്കട നൽകും. തൊട്ടി വെള്ളം ഉണ്ടാവുമേ തൊട്ടി. പറഞ്ഞ പോലെ ഈ വെള്ളമാണല്ലോ താഴോട്ട് വരുന്നത്. ഗൈസ്, മഴയൊക്കെ കുറച്ച് നാൾ പെയ്തുകൊണ്ട് ഈ തോട്ടിൽ, നമ്മുടെ മേലെ തോട്ടിൽ വെള്ളമുണ്ട്. നമുക്കങ്ങോട്ട് പോവാം. ഒത്തിരി നാളെയല്ലേ മീലക്കൂടെ വന്നിട്ട് കിട്ടിയത്. അക്കരെയൊക്കെ ഒരു വീട്ടിൽ പോകുമ്പം, നമ്മുടെ ലീലമ്മയുടെയൊക്കെ വീട്ടിൽ പോകുമ്പം എപ്പോഴും ഇതുവഴി വരുമായിരുന്നേ. ഇപ്പോൾ അങ്ങനെ വിരക്കം കുറവാണ്. കണ്ടോ, നമ്മളിപ്പോൾ അങ്ങ് താഴെ നിൽക്കുക. അങ്ങനെ തോട്ടിലെത്തി ഗൈസ്. ഇതാണ് പാറത്തോട്. അമ്മേ, കൊള്ളാം. കിട്ടിയാ? അതുകൊണ്ട് നമ്മുടെ മുന്നിൽ അത് കഴിയുന്നതല്ലേ. മൊത്തം എടുക്കണ്ടമ്മേ, തുമ്പ് മാത്രം എടുക്കാം. നമുക്ക് മേലെ വൈകിപ്പോൾ എടുക്കാം. Come on.
പാറത്തോടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കയ്യൊന്ന് കിട്ടി. ഇനി നമ്മൾ മേലെ വയലിലോട്ട് പോവുക. ഇനി വയലിൽ നിന്ന് കുറച്ചെടുത്തോണ്ട് വരാവേ. ആരവിടെ? വയലിലാകുമ്പോൾ കുറേ കാണും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എൻ്റെ സെൽഫി സ്റ്റിക്കും കുലുക്കുന്നു. കയ്യിൽ വെച്ച് വീഡിയോ എടുക്കുമ്പം വീഡിയോ കുലുക്കുന്നുകൊണ്ടാണ് ഈ സെൽഫി സ്റ്റിക്ക് മേടിച്ചേ. അന്നേരം ഇപ്പം സെൽഫി സ്റ്റിക്കും കുലുക്കുന്നു. അവിടെ കണ്ടോ, അവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ താമസമൊന്നുമില്ല, ആൾ താമസമൊന്നുമില്ല. എന്തോമേ പൊക്കോ, സമയം പോയി ഗൈസ്. ഇനി നമുക്ക് തോട്ടിലൊക്കെ പോകണം, വെള്ളം കോരണം. അതുകൊണ്ട് അമ്മ പറയും പെട്ടെന്ന് വരാനേ. പൊടിമീനുണ്ട്. പൊടിമീനുണ്ട്. അയ്യോ ഇതെന്തുവാ? ഓ മൈ ഗോഡ്. ഇവിടെ ഒരു കുളം കുഴിച്ചേക്കുന്നേ. ഇതെന്താണ്? അവിടെ കുളം പോലെ കുഴിച്ചേക്കുന്ന കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഇനി നമുക്ക് ഇതുവഴി വേണം പോകാൻ. ഇപ്പോൾ ആ മാമൻ, അവിടെ നിൽക്കുന്ന മാമൻ കണ്ടില്ലേ, ആ മാമനാണ് കേട്ടോ ഈ പോച്ചയും ഒക്കെ ചെത്തി നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്കും കാര്യമായി. അല്ലെങ്കിൽ ഇവിടെ എല്ലാം നല്ല കാടായിരുന്നു. ഇപ്പോൾ കാടൊന്നുമില്ല. അമ്മ അത് വാങ്ങിയെത്തി. തോട്. നേരത്തെ ഇവിടെ ഇങ്ങനെയൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു 1-2 വർഷമൊക്കെ ആയി കാണത്തേ ഉള്ളൂ. കല്ലൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട്. മഴയുള്ളപ്പോൾ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതൊരു പോന്നു. പണ്ട് വെള്ളമില്ലാതിരുന്ന സമയത്തേ ഇവിടുത്തെ മാമന്മാരൊക്കെ ഇവിടെ ഈ ഭാഗത്ത് ആ വെളിച്ചം പോലെ കാണുന്നില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ട് വലിയൊരു കുഴി ഒഴിച്ചായിരുന്നേ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ കുഴി കടഞ്ഞു ഗൈസ്. മഴയില്ലാത്തപ്പോൾ അവിടെ വെള്ളം കാണും. ഇവിടെ വയലൊക്കെ ആയതുകൊണ്ട് ഓൾറെഡി കുഴിച്ച വെള്ളം കാണുമല്ലോ. അപ്പോൾ തോട്ടിൽ വെള്ളം ഇല്ലെങ്കിലും തോട്ടിൽ കൂടെ പോണ്ട, തോട്ടിൽ കൂടെ പോണ്ട ഗൈസ്. വല്ല നീർക്കോലി അങ്ങനെ കണ്ടാലും മതി. നമ്മളിപ്പോൾ തോട്ടിൽ കൂടെ ഇവിടെ കയറണം. അയ്യോ ചേറ്, അമ്മച്ചി. വെള്ളം കാണുമ്പോഴെടുത്ത് ചാടണം. എന്തോന്നേ അങ്ങനെ ഒന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങും. ഇനിയിപ്പോൾ തോട്ടി ഇറങ്ങും. അല്ല അവിടെ ഇറങ്ങിയാലോ പാടാം. തോട്ടി ഇറങ്ങും. ഇറങ്ങാതെ പറ്റത്തില്ല കേട്ടോ. നേരത്തെ പക്ഷേ ഇതുവഴിയൊക്കെ പോകാൻ പറ്റുമായിരുന്നു. അയ്യോ അപ്പുറത്തിറങ്ങിയിട്ട് കാണാം ഗൈസ്. പണ്ടിവിടെയൊക്കെ നെല്ലായിരുന്നില്ലേ അമ്മേ? സുഹൃത്തുക്കളെ, പണ്ട് ഇവിടെയൊക്കെ നെല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നെല്ലൊന്നും ഇല്ല. പണിയാൻ ആളില്ല. പിന്നെന്തൊക്കെ കാരണം കൊണ്ടാമേ? ആർക്കും സമയമില്ല. അങ്ങനെ പല കാരണങ്ങളാൽ ഇപ്പോൾ ഇവിടെ നെൽകൃഷിയില്ല. ഈ കയ്യൂന്നി നോക്കിയെടുക്കുന്നതൊരു പാടാണ്. അപ്പോൾ അത്യാവശ്യം കയ്യൂന്നിയൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്ക് കാണാവേ. ഇതിൻ്റെ ഇടയ്ക്കൂടെ കയ്യന്നി പോലും കയ്യൂന്നി കണ്ടെത്തുകയെന്ന് വെച്ചാൽ ഇച്ചിരി ടാസ്ക്കാണ്. നമുക്ക് അപ്പുറത്തെ ചാലിപ്പം നോക്കാം.
അപ്പോൾ കുറേ കയ്യൂന്നി കിട്ടി കേട്ടാ. നിൽക്കേ അമ്മേ, കുറേ കയ്യൂന്നി കിട്ടി ഗൈസ്. ദാ നിൽക്കുന്നു. എന്തേ? ആ ദാ നിൽക്കുന്നു. പിന്നെ ദാ നിൽക്കുന്നു. ദേണ്ട് നിൽക്കുന്നു. ദാ കണ്ടോ? പിന്നെ അങ്ങോട്ടൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ നമുക്ക് ചാലിലിരുന്ന് പറിച്ചെടുക്കാം. അങ്ങോട്ടുണ്ടല്ലേ, ശരിക്കും നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ കണ്ടെത്തി. അവസാനം കയ്യൊന്നിയുടെ ഉറവിടം നമ്മൾ വയലിൽ നിന്നും പറയുന്നെല്ലാം തെറ്റിപ്പോന്നു. കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. ഇവിടെ മൊത്തം പച്ചവെട്ടിലുണ്ടേ, കാണാൻ പറ്റുമോ? ഒന്ന് തൊടുമ്പോൾ എല്ലാം കൂടെ ചാടിപ്പോന്നു. നോക്കാം നമുക്ക് പച്ചവെട്ടിലിനെ എന്താണ് വീഡിയോ എടുക്കാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും തുമ്പ് മാത്രം പൊട്ടിച്ചെടുക്കാവേ. എന്നാലും നമുക്ക് പിന്നെ വരുമ്പോൾ ഇത് കിളിച്ചിട്ട് ബാക്കി അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും എപ്പോഴും പറിച്ചുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ നമുക്ക് സംഭവം പൊട്ടിച്ചെടുക്കാം. എന്നെ കാണിക്കൂ. ഇനി ഇവിടെ ഇല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. പച്ചവെട്ടിലുണ്ടോന്നേ, മൊത്തം പച്ചവെട്ടിലാണ്. ആരെ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ടോ കേട്ടോ. എൻ്റെ ക്യാമറാമാൻ തകർത്ത് വീഡിയോ എടുക്കുക കേട്ടോ. വെള്ളത്തിൽ കൊണ്ടിടാങ്കി വീഡിയോ എടുത്ത് വെള്ളത്തിൽ കൊണ്ടിടാങ്കി ആകെപ്പാട് ആ ഒരു ഫോണേ ഉള്ളൂ. അത്രയും പോരെ? ഈ ഒരു ചാലെന്തേ? ആ ഗൈസ്, ഇത് ചാല ഏതാണ്ട് തിരിച്ചറിയാൻ പറ്റാതെ നമുക്ക് നിൽക്കുക. ദാ ഈ സൈഡ് കണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് ചാലാണ്. ഈ ചാലിൽ ഇഷ്ടം പോലെ കയ്യോന്നി നിപ്പുണ്ട്. അതുപോലെ അപ്പുറത്തോട്ടൊക്കെ ചാലുണ്ട്. അവിടെ എല്ലാം കാണാൻ സാധ്യതയുണ്ട്. കാണുമല്ലേ? പക്ഷേ ഈ സൈഡിൽ കുറേ ഉണ്ട് കേട്ടോ. മുകളിലോട്ട് വാങ്ങി ഇതിന് മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ അങ്ങ് മുകളിലോട്ട് പോയിട്ടായിരുന്നു എടുക്കുന്നത്. ഇടയ്ക്ക് വെച്ച് അമ്മ ഒറ്റയ്ക്ക് വന്നപ്പം ഇവിടെ ഒന്ന് നോക്കി. അപ്പോൾ ഇവിടെ കണ്ടു. അമ്മ ഒറ്റയ്ക്ക് മുകളിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് അമ്മ ഇവിടെ നോക്കിയിട്ട് ഇവിടെ കണ്ടു. അങ്ങനെ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്നത്. പച്ചവെട്ടിൽ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇഷ്ടംപോലെ പച്ചവെട്ടിലുണ്ട് കേട്ടോ. നമ്മൾ ചവിട്ടുമ്പം നോക്കട്ടെ. ഒരു പച്ചവെട്ടിലിനെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ കണ്ടോ? നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഗൈസ്. ഒരു തുമ്പി അമ്മയുടെ മുഖത്ത് വന്നിരിക്കുന്നമ്മേ. സാധാ തുമ്പി. ആ എടുത്ത് വാ. ദാണ്ടേ ഈ ചെടി അറിയോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്? ഈ ചെടി നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കണം. എന്ത് ഈ ചെടി? ആ കണ്ട. ഓക്കെ, ഇരിക്കുമോ അത്? പക്ഷെ ഇരിക്കുന്നില്ല. നമുക്ക് ഈ വാഴയിൽ ചാരി വെക്കാവേ. പക്ഷേ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം. വാഴയിൽ ചാരി വെക്കാം. ആ ഞാൻ ക്യാമറയിലിട്ട് നോക്കാനുള്ളത് എൻ്റെ മുഖത്തോട്ട് നോക്കുക ഞാൻ. അപ്പം ഈ ചെടി അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഈ ചെടി നമ്മൾ ഇതിൻ്റെ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പറിച്ച് കളയണം. എന്നിട്ട് ഈ എന്നിട്ട് എൻ്റെ നടുക്കിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേ മറ്റേ കുഞ്ഞ് ജീവികളൊക്കെ വന്നിരിക്കുന്നില്ലേ, കുഞ്ഞു ജീവികളൊക്കെ ഇതിൽ തേൻ കുടിക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെക്കാൻ ഒരു മടി. പക്ഷെ പണ്ട് ഇതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതെടുത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മറ്റേ ഷാമ്പു എന്ന് പറഞ്ഞുകൊണ്ട് ഷാമ്പു ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുമായിരുന്നേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അകത്ത് ഒരു എരിവ് പോലെയൊക്കെ തോന്നുമായിരുന്നു. പണ്ട് അതൊക്കെ ചെയ്യുമായിരുന്നു. ഈ ചുണ്ടിൻ്റെ അകത്തെ ഞാൻ പറയുന്നതൊക്കെ തെറ്റുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത്.
അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അങ്ങനെയൊക്കെ പണ്ട് ചെയ്യാമായിരുന്നേ. പക്ഷെ ഇപ്പോൾ കുറച്ച് ബോധമൊക്കെ വന്നപ്പോഴേ അകത്ത് വെച്ചാൽ അത് മറ്റേ കുഞ്ഞു ജീവികളൊക്കെ വന്നിരിക്കുന്നതല്ലേ, എന്തെങ്കിലും പറ്റിയാലോ? പറ്റുന്നതല്ല ഇല്ലേ, എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ വന്നാലോ? അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സെൽഫി സ്റ്റിക്ക് മേടിച്ചിട്ട് വാഴയെ ചാരി വെച്ച് വീഡിയോ എടുക്കേണ്ട അവസ്ഥയായി. സമയം കുറേ പോയി. തുമ്പയൊന്നും ഇപ്പോൾ കാണാനില്ല. അവിടെ തുമ്പയൊക്കെ നിൽക്കുന്നു. പണ്ട് ഇതുവഴി ഇങ്ങനെ ഈ സൈഡിൽ കൂടെ വഴിയുണ്ടായിരുന്നേ. ഇപ്പം വഴിയൊന്നുമില്ല. ഇപ്പം ഞാനീ നടന്നു പോകുന്ന ഈ സ്ഥലം അമ്മ പോകുന്നുണ്ടോ, ഈ സൈഡിൽ കൂടെ വരമ്പ് പോലുണ്ടായിരുന്നു ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം അതൊന്നുമില്ല. അമ്മ ഇത് ഇലഞ്ഞിയാണോ? ഇതെന്തോന്നോ ഇലഞ്ഞിയോ? എന്തുവാ? സോറി ഗൈസ്, പുല്ലാഞ്ഞി. ഇങ്ങനെ കാണത്തില്ലല്ലോ. പുല്ലാഞ്ഞി വള്ളി, ഇലഞ്ഞിയാണത്രേ. ഇതാണ് കടലാവണക്ക്. അപ്പം നമുക്ക് ഇതൊക്കെ തിന്നു തന്നപ്പാ. കടലാവണക്ക് അമ്മ ചോദിച്ചേ ഗൈസ് എന്തോ തിന്നുന്നേന്ന്. കടലാവണക്കാണ്. തട്ടിയടിച്ച് വീണു. നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ ഇവിടെ വീഴും. അങ്ങനെ നമ്മുടെ തോട്ടിലെത്തി. ഇനി നമുക്ക് തോട് മുറിച്ച് കിടക്കാം. അങ്ങോട്ടെല്ലാം റബ്ബർ തോട്ടമാണേ. ഈ വയലിൻ്റെ അങ്ങേയറ്റം വരെ ഈ സൈഡിൽ കൂടെ റബ്ബറും തോട്ടം സുഹൃത്തുക്കളെ, റബ്ബറും തോട്ടം. ഇവിടെ ഒന്നും നേരത്തെ കാടില്ലായിരുന്നു. ഇതൊക്കെ നല്ല വഴിയായിരുന്നു. ഇച്ചിരി മേലോട്ട് പോയാൽ റോഡുണ്ട് കേട്ടോ. വേലങ്കോണം എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ് സുഹൃത്തുക്കളെ അത്. ഇവിടെയൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. കണ്ടോ, ഈ കുഴിയുടെ ഇപ്പുറത്തോടെ പോകാനുള്ളത് അപ്പുറത്തോടെ പോകുന്നു. അമ്മ അപ്പുറത്തോടെ പോയതുകൊണ്ട് ഞാനും അപ്പുറത്തോടെ പോകുന്നു. കണ്ടോ, ചേറാണ്. നമ്മൾ ഇതുവഴി സൂക്ഷിച്ച് പോകണം. അമ്മ അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ സമയമില്ലാത്ത സമയത്താട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതാ അമ്മ ഓടി പോകുന്നത്. ഇനി ചെന്നിട്ട് വെള്ളം കോരണം, തോട്ടിൽ പോയി തുണി എഴുതണം, അങ്ങനെ കുറേ പണികളുണ്ട്. എല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. അല്ല, വെള്ളം ഞാൻ കോരും, അമ്മ തോട്ടിൽ പോയി തുണി എഴുതും. പുല്ലുന്നില്ല. ഈ തല മൊത്തം എണ്ണയാണ്. തല കഴുകാൻ പോവാം. നമ്മളങ്ങനെ തിരിച്ച് പോവുക കേട്ടോ. തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുക. തോട്ടിൽ ആളുണ്ട് കേട്ടോ, അതാ വീഡിയോ എടുക്കാൻ ഞാൻ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് തോട്ടിൽ ആളുണ്ട് കേട്ടോ, അതാ വീഡിയോ എടുക്കാൻ ഞാൻ. ഇതെന്നിട്ട് ഞാൻ പിന്നെയും പറയുന്നേ, സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് യാതൊരു വിധ ഐഡിയയും ഇല്ല. അയ്യോ,
അയ്യപ്പാ. അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ടാറ്റ. ഉടനെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ പിന്നെയും എൻ്റെ മുഖത്തോട് തന്നെ നോക്കുന്നത്, ക്യാമറയിലിട്ട് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ, ലൈക്ക്, ടിങ് ടിങ്. ബൈ.